കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 12 ബുധനാഴ്ച. 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിൻ ഇന്റർനാഷണൽ ഗാർഡൻ ഷോ 2025 ഈ മാസം 20 ആരംഭിക്കും. നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സംഘടിപ്പിക്കുന്ന പരിപാടിയെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ സെക്രട്ടറി ഷൈഖ മറാം ബിൻത് ഈസ അൽ ഖലീഫ, ബഹ്റിൻ ഗാർഡൻ ക്ലബ് ചെയർപേഴ്സൺ എഞ്ചിനീയർ സഹ്റ അബ്ദുൾ മാലിക് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ബഹ്റിൻ ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിലെ ഹാൾ നമ്പർ 3-ൽ ഫെബ്രുവരി 20 മുതൽ 23 വരെ 4 ദിവസങ്ങളിലായാണ് ഗാർഡൻ ഷോ നടക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 9 വരെ ഇവിടെ സന്ദർശകർക്ക് പ്രവേശാനുമതി ഉണ്ടാകും. 16 ബഹ്റിൻ കർഷകർ പങ്കെടുക്കുന്ന ഒരു പ്രത്യേക ദേശീയ പവലിയൻ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തും. ഇതോടൊപ്പം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 121 പ്രദർശകരാണ് ഗാർഡൻ ഷോയിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 68 പ്രാദേശിക പ്രദർശകരും 19 രാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന 53 അന്താരാഷ്ട്ര പ്രദർശകരും ഉൾപ്പെടും. ബഹ്റിൻ ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ വർഷം സുരക്ഷയുമായി ബന്ധപ്പെട്ട 1,03,135 കേസുകൾ കൈകാര്യം ചെയ്തതായി അധികൃതർ അറിയിച്ചു. മന്ത്രാലയം ഇടപെട്ട കേസുകളിൽ അടിയന്തര പ്രതികരണങ്ങൾ ആവശ്യമുള്ളതും അഗ്നിശമന വിഭാഗവുമായും സമുദ്രഗതാഗതവുമായി ബന്ധപ്പെട്ടവയും ഉൾപ്പെടുന്നുവെന്ന് മന്ത്രാലയത്തിന്റെ അൽ അമൻ മാസികയുടെ ഫെബ്രുവരി മാസത്തിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കി. പരീക്ഷാകാലത്തെ സമ്മർദ്ദം തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ വിശദീകരിക്കുന്നതിനായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ബഹ്റിൻ പ്രതിഭ മനാമ മേഖല വനിതാവേദിയുടെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് സെഷൻ സംഘടിപ്പിച്ചു. സീനിയർ കൗൺസിലർ ഡോക്ടർ ജോൺ പനേക്കൽ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പരീക്ഷാ സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ, സമയനിയന്ത്രണം, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കൽ, ലക്ഷ്യങ്ങൾ നേടാനുള്ള തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ക്ലാസ്സിൽ വിശദീകരിച്ചത്. പ്രതിഭാ സെന്ററിലെ പെരിയാർ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ മനാമ മേഖല വനിതാവേദി കൺവീനർ ദീപ്തി രാജേഷ് സ്വാഗതം പറഞ്ഞു. മേഖലാ കമ്മിറ്റി അംഗം ഡോക്ടർ ഹേന മുരളി അധ്യക്ഷയായിരുന്നു. കേന്ദ്ര വനിതാവേദി ജോയിന്റ് സെക്രട്ടറി സജിത സതീഷ്, മനാമ മേഖലാ വനിതാവേദി ഇൻചാർജ് സുജിത രാജൻ എന്നിവർ ആശംസകൾ നേർന്നു. വനിതാവേദി എക്സിക്യൂട്ടീവ് അംഗം ജിൻഷ ഷൈജു നന്ദി രേഖപ്പെടുത്തി. ബഹ്റിനിലെ ആലപ്പുഴ ജില്ലക്കാരുടെ കൂട്ടായ്മയായ വോയിസ് ഓഫ് ആലപ്പി റിഫ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. റിഫയിലെ അൽ ഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് ഫെബ്രുവരി 14 വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ 11:30 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, ടോട്ടൽ കൊളസ്ട്രോൾ, കിഡ്നി സ്ക്രീനിംഗ്, ലിവർ സ്ക്രീനിംഗ്, യൂറിക് ആസിഡ് തുടങ്ങിയ പരിശോധനകളും ഡോക്ടർ കൺസൾട്ടേഷനും സൗജന്യമായി ലഭിക്കും. കൂടാതെ ഡിസ്കൗണ്ട് നിരക്കിൽ വിവിധ ടെസ്റ്റുകളും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 3908-7184 അല്ലെങ്കിൽ 3635-1204 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. IYCC ബഹ്റിൻ മനാമ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷുഹൈബ് എടയന്നൂർ അനുസ്മരണ സംഗമം ഫെബ്രുവരി 13 മനാമ MCMA ഹാളിൽ വെച്ച് നടക്കും. 2018 ഫെബ്രുവരി 12 കണ്ണൂരിൽ വെച്ച് ഷുഹൈബ് എടയന്നൂർ കൊല്ലപ്പെട്ടത്. IYCC ബഹ്റിൻ ഭാരവാഹികൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരടക്കമുള്ളവർ സംബന്ധിക്കുന്ന പരിപാടിയിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നതായി IYCC ബഹ്റിൻ മനാമ ഏരിയ പ്രസിഡന്റ് റാസിബ് വേളം, ജനറൽ സെക്രട്ടറി ഷിജിൽ പെരുമച്ചേരി, ട്രഷറർ ഹാരിസ് മാവൂർ എന്നിവർ അറിയിച്ചു. ഈ വാലന്റൈൻസ് ദിനത്തിൽ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ.
ലുലു മണി സ്നേഹപൂർവ്വം. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന തണലാണ് കുടുംബം എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി റിഫ ഏരിയ ടീംസ് മീറ്റ് സംഘടിപ്പിച്ചു. ഡോക്ടർ റഹിന ആദിൽ കൗമാരക്കാർ നേരിടുന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. വെസ്റ്റ് റിഫ ദിശ സെന്ററിൽ നടന്ന പരിപാടി അബ്ദുൽ ഖയ്യൂമിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ചു. ഹന്നത് നൌഫൽ അധ്യക്ഷത വഹിച്ചു. നിദാൽ ഹമീദ് സ്വാഗതവും മുഹമ്മദ് റയാൻ സമാപനവും നടത്തി. ഹാരിസ്, യൂനുസ് രാജ്, ഷാനി സക്കീർ, ബുഷ്ര റഹീം, സോന സക്രിയ, സൗദ പേരാമ്പ്ര തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. IYCC ബഹ്റൈൻ സ്പോർട്സ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ ബഹ്റൈനുമായി സഹകരിച്ച് ഹൂറ അൽത്തിൽ മൈതാനത്ത് വെച്ച് നടന്ന പ്രൊഫഷണൽ ഫുട്ബോൾ ടൂർണമെന്റിൽ ഗോസി FC ജേതാക്കളും മറീന FC റണ്ണറപ്പുമായി. IYCC ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസിന്റെ അധ്യക്ഷതയിൽ ബഹ്റൈൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ അൽ ജന്നാഹി MP ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. IYCC ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി സ്വാഗതം പറഞ്ഞു. പ്ലെയേഴ്സ് ഓഫ് മാച്ചസായി അഷ്കർ സ്കോർപിയൻസ് FC, അരുൺ അൽമിനാർ FC, ഇസൈൻ എവറസ്റ്റ് FC, ഹിജാസ് ഗോസി FC, VPU അൽ കേരളാവി FC, സഹൽ ഗോസി FC എന്നിവരെ തിരഞ്ഞെടുത്തു. ടോപ്പ് സ്കോററായ ഗോസി FCയുടെ അജിനുള്ള ട്രോഫി ടൂർണമെന്റ് റിസപ്ഷൻ കൺവീനർ ജിതിൻ പെരിയാരം, ബെസ്റ്റ് ഗോൾ കീപ്പറായ മറീന FCയുടെ മുഹസിലിനുള്ള ട്രോഫി ടൂർണമെന്റ് പബ്ലിസിറ്റി കൺവീനർ ബേസിൽ നെല്ലിമറ്റം, ബെസ്റ്റ് ഡിഫൻഡറായ മറീന FCയുടെ സജിത്തിനുള്ള ട്രോഫി ടൂർണമെന്റ് ഫിനാൻസ് കൺവീനർ മുഹമ്മദ് ജസീൽ, പ്ലെയർ ഓഫ് ടൂർണമെന്റിനുള്ള ട്രോഫി വളണ്ടിയർ കൺവീനർ ഷംഷാദ് കാക്കൂർ, ഫെയർ പ്ലേ അവാർഡ് IYCC ബഹ്റൈൻ മുൻ പ്രസിഡന്റ് ബിൻസു കൂത്തപ്പള്ളി എന്നിവർ സമ്മാനിച്ചു. ബഹ്റിനിൽ നടക്കുന്ന സംഗീത പരിപാടികൾക്ക് വ്യാജ ടിക്കറ്റ് വിറ്റ അറബ് വംശജനായ യുവാവ് അറസ്റ്റിൽ. രാജ്യത്തിന് പുറത്തുപോയ പ്രതിയെ ഇന്റർപോളിന്റെ സഹായത്തോടെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ആന്റി കറപ്ഷൻ ആൻഡ് ഇക്കണോമിക് ആൻഡ് ഇലക്ട്രോണിക് സെക്യൂരിറ്റിയുടെ ആന്റി സൈബർ ക്രൈംസ് ഡയറക്ടറേറ്റാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരായ നിയമ നടപടിക്രമങ്ങൾ ആരംഭിച്ചതായും ഡയറക്ടറേറ്റ് അറിയിച്ചു. ജയിൽ ശിക്ഷയ്ക്കു ശേഷം പ്രതിയെ നാടുകടത്തുകയും ചെയ്യും.